അതിന് ഞാൻ പ്രത്യേകം നന്ദി അവരോട് പറയുന്നു. കാരണം ഞാനൊരു PR ചെയ്യാത്ത ഒരാളാണ്. എൻ്റെ PR മുഴുവൻ ഇപ്പോൾ CPM ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. AKG സെൻറ്ററിലാണ് എൻ്റെ PR മുഴുവൻ ചെയ്യുന്നത്. ഞാൻ ആകെ പേടിച്ചു പോയി. അവിടെ അവർ തമ്മിലൊരു തർക്കമുണ്ടായി. അതിലൊരു വിവാദത്തെ പുറത്താക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിഷമിച്ചു പോയി. കാരണം അവരെ പുറത്താക്കിയ എൻ്റെ കാര്യം മോശമാണ്. അവർ അറ്റാക്ക് ചെയ്യട്ടെ. അപ്പം നമ്മൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ഭരണകക്ഷിക്ക് LDFന് ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി പ്രതിപക്ഷ നേതാവിന് എതിരായിട്ട് വ്യക്തിപരമായി അല്ലാതെയും എത്രയോ വികൃതമായ എൻ്റെ ചിത്രങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പ്രചരിപ്പിക്കുന്നത്. എൻ്റെ വികൃതമായ ചിത്രങ്ങളാണ്, വളരെ വികൃതമായ ചിത്രങ്ങൾ വരെ പ്രചരിപ്പിക്കുക. അത്രമാത്രം എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഏറ്റവും കണ്ടാൽ കുട്ടികളൊക്കെ പേടിച്ചു പോകുന്ന തരത്തിൽ കുട്ടികളൊക്കെ എനിക്ക് കാണാൻ ഭംഗിയില്ലെങ്കിലും കുട്ടികളൊന്നും പേടിക്കുന്നൊരു മുഖം എനിക്കില്ലല്ലോ ശരിക്കും. പക്ഷെ കുട്ടികളെ പോലും പേടിപ്പിക്കുന്ന തരത്തിൽ എൻ്റെ മുഖം വികൃതമാക്കിയിട്ടാണ് അത് വിടുന്നത്. ഒരു 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 മുന്നണി ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷം. കാരണം എന്നോട് എല്ലാവരും പറയണത് സോഷ്യൽ മീഡിയയൊക്കെ നോക്കി എന്നെ മാത്രം കാണാനുള്ളൂ. അങ്ങനെ ആക്കി തന്നതിന് സന്തോഷമുണ്ട്. അല്ല, CPMന് അതാകാം, കോൺഗ്രസിനാകാൻ പാടില്ല. ഇത്രയുള്ളൂ. CPMന് അതാകാം, എന്തോരം ബന്ധുക്കളുള്ള പാർട്ടിയാണ് CPM. എത്രമാത്രം ബന്ധുക്കളാണ് CPMലുള്ളത്. ഞാൻ പേരൊന്നും പറയുന്നില്ല. കോൺഗ്രസിൽ ഒരാൾ ചാണ്ടി ഉമ്മൻ 24 മണിക്കൂറിൽ രാജ്യം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ഉമ്മൻചാണ്ടിയുടെ മോനായതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയെന്ന് മുഴുവൻ ബഹളം ഉണ്ടാക്കിയ ആളുകളാണ്. അവർക്കാകാം, ഇവർക്ക് എന്തുവാ മനസ്സിലായില്ലേ? വരട്ടെ, അവരൊക്കെ വരട്ടെ. വരുന്നതല്ലേ നമുക്ക് നല്ലത്. നമ്മളെന്തിനാ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്? എടാ, നമ്മളത് പാടില്ലാതെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തിനാ നിരുത്സാഹപ്പെടുന്നത്? ഞങ്ങൾക്ക് നല്ലതല്ലേ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. അല്ലല്ല, അവരുടെ പാർട്ടിയിൽ ഒരു ആരോപണമില്ലല്ലോ. അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹമല്ലേ ഇപ്പൊ രാജിവെച്ചത്? KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച അദ്ദേഹമല്ലേ? അവരുടെ പാർട്ടിയിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തതും പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്തതും. അല്ലല്ല, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ചർച്ച ചെയ്യാം. ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല എന്നല്ലേ നമ്മൾ ചർച്ച ചെയ്യും. അത് വരട്ടെ. അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനമൊക്കെ നേരത്തെ ആക്കാൻ ഷെഡ്യൂൾ ചെയ്തിരുന്ന. പിന്നെ ഞങ്ങൾ വൈകിപ്പിച്ചാണ്. കാരണം 22-ാം തീയതിയിലേക്ക് ഞങ്ങൾ അതിലേക്ക് കടക്കാൻ തീരുമാനിച്ചാണ്. അപ്പോഴാണ് ഇലക്ഷൻ സാധാരണ മാർച്ച് 1-നാണ് അനൗൺസ് ചെയ്യാറുള്ളത്. ഇലക്ഷൻ വൈകുവാണ്. അനിശ്ചിതത്വം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് മനഃപൂർവ്വം വൈകിച്ചാണ്. ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും UDFന്റെ സ്ഥാനാർത്ഥികളെ അപ്പം പ്രഖ്യാപിക്കും. UDFന്റെ സീറ്റ് വിഭജനം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഞങ്ങൾ നാളെ മിക്കവാറും കക്ഷികളുമായിട്ട് നാളെ തന്നെ തീരും. മിക്കവാറും എല്ലാവരും കൂടെ ഉണ്ടല്ലോ. മറ്റന്നാൾ പരിപാടിയായിട്ട് എല്ലാവരും കൂടെ ഉണ്ട്, തീരും. മിക്കവാറും അതെല്ലാം പല സ്ഥലത്ത് വെച്ച് ചർച്ച ചെയ്ത് ഫൈനൽ രൂപത്തിലുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, LDF മാറ്റി വെച്ചു. കാരണം അങ്ങനെ പറ്റില്ല, ഒരു മുന്നണിക്കും പറ്റില്ല. നമ്മളത് അപകടമായി പോകും. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ഡിലേ ചെയ്യിപ്പിച്ചാൽ നമ്മൾ ഏത് സമയത്തും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സജ്ജരാണ്. ഒരു കാരണവശാലും മറ്റൊരു ഘടകകക്ഷികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടില്ല കോൺഗ്രസ്. RSPക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റിൽ RSP ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. CMPക്ക് അനുവദിച്ച സീറ്റിൽ CMP ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്, കോൺഗ്രസ് അല്ല. അതുപോലെ കോൺഗ്രസ് തന്നിരിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയാണ് ആ പ്രൊസീജിയേഴ്സ് സീറ്റ് തീരുമാനിക്കുന്നത്. അതിൽ ഒരു കോൺഗ്രസ്സുകാരും ഇടപെടാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ അനാവശ്യമായി അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ അത് പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അത് അതിൻ്റെതായ നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലല്ല, അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എവിടെയെങ്കിലും ഉണ്ടായാൽ അത് കർശനമായ നടപടി സ്വീകരിക്കും. ഞാൻ നമ്മുടെ ലൈനാ പറഞ്ഞത്, വേറൊരു പാർട്ടിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സീറ്റിൽ അവരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതിന് നമുക്ക് നോ റോൾ.
അല്ലല്ല, ചില സ്ഥലത്ത് ഒറ്റപ്പെട്ട വിഷയം ഉണ്ടാക്കി അത് അപ്പം തന്നെ പരിഹരിക്കും, അത്രേ ഉള്ളൂ. ഇല്ല, അത് അപ്പം തന്നെ പരിഹരിക്കുക. പരിഹരിക്കാനുള്ള മെക്കാനിസം ഉണ്ട് UDF. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും നമ്മൾ, ഉറപ്പായും.